എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് 2024 തന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ ഇംഗ്ലീഷ്, മലയാളം പാർട്ടാണ് നമ്മളിന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫ്രം ദ ഗിവൺ സെന്റൻസ്. യു ഡോണ്ട് ലിവ് ഹിയർ. യു ഡോണ്ട് ലിവ് ഹിയർ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. എന്തുകൊണ്ട്? നോട്ട് ഉണ്ട് ഇല്ലേ അല്ലെ? ഡോണ്ട് ലിവ് ഹിയർ. അപ്പൊ ഡു നോട്ട്, ഡു നോട്ട് ആണ് ഡോണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരിക? ഡു യു എന്നുള്ളതാണ് വരിക. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. പിക്ക് ഔട്ട് ദ റൈറ്റ് ആന്റണിം ഫ്രം ദ ഓപ്ഷൻസ് ഫോർ ദ വേർഡ് കിൻഡിൽ. ആന്റണിം എന്ന് പറഞ്ഞാൽ വിപരീതാണ്. പുട്ട് ഔട്ട്. കറക്റ്റ് ആന്റണിം വരിക കിൻഡിലിന്റെ പുട്ട് ഔട്ട്. Next question, which of the following word means the same for couch? Answer C ആണ് sofa. Next question, what does the following idiom mean? Spill the beans. Answer D ആണ് to reveal a secret. Next question, complete the sentence with the correct preposition from the choice given. Because of the financial crisis, Alan decided dash buying the new bike. Answer B ആണ് against. Because of the financial crisis, Alan decided against buying the new bike. Next question, write the form of the verb that agrees with the subject. Mary's friend dash all the time. To smile എന്നുള്ളതിന്റെ കറക്റ്റ് വെർബാണ് ചേർക്കേണ്ടത്. ആൻസർ ബി ആണ് സ്മൈൽസ്. മേരീസ് ഫ്രണ്ട് സ്മൈൽസ് ഓൾ ദ ടൈം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസേർട്ട് ദ കമ്പാരിറ്റീവ് ഓർ സൂപ്പർലേറ്റീവ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ്. അലൻ ഈസ് ഹിസ് ഡാഷ് സൺ. ആൻസർ എ ആണ് എൽഡസ്റ്റ്. Next question, fill in the blank with the suitable article. Prima has been quiet for dash long time. Answer C ആണ് Prima has been quiet for a long time. Next question, combine a word from the option to make the right phrasal verb. She was ready to look dash her grandma during Christmas holidays. Answer B ആണ് look after. She was ready to look after her grandma during Christmas holidays. Select the word with the correct spelling and fill in the blank. All the dash came to the party. All the neighbors. 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 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളാണ്. അവതരിപ്പിക്കുന്നവൾ ഒറ്റപ്പദം എഴുത്. എന്താ എഴുതുക? അവതാരക അല്ലെ? അവതരിപ്പിക്കുന്നവളെ പറയുന്നതാണ് അവതാരക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസിപ്ലിൻ എന്ന പദത്തിന്റെ തർജ്ജമയായി വരാവുന്ന പദമേത്? ഡിസിപ്ലിൻ, വിജ്ഞാന ശാഖ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എട്ടുകാലി മാമുഞ്ഞ് എന്ന ശൈലിയുടെ അർത്ഥം. ഇത് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടേ. എന്തിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ വാക്യമേത്? ഈ പാഠത്തിലെ ചില വാക്കുകൾക്ക് താഴെ അടിവരയിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ പാഠത്തിലെ ചില വാക്കുകൾക്ക് അടിവരയിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആൻസർ ബി ആണ് രണ്ടാമത്തെയാണ് ശരിയായിട്ടുള്ളത്. ഈ പാഠത്തിലെ ചില വാക്കുകൾക്ക് അടിവരയിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. താഴേന്ന് വേണ്ട, അടിവരയിടുക എന്ന് പറഞ്ഞാൽ തന്നെ താഴെ വരയിടുക. അപ്പൊ താഴെ എന്നുള്ളത് ഇതിൽ വേണ്ട. അപ്പോൾ രണ്ടാമത്തെയാണ് ശരിയായിട്ടുള്ളത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏത്? ആൻസർ ബി ആണ്, അനുഗൃഹീതൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവി സ്ത്രീലിംഗ പദം. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിലായി ഇപ്പൊ കാണുന്നു. കവയിത്രിയാണ്. എപ്പോഴും നമ്മള് കുറെ പേരൊക്കെ തെറ്റിച്ചു വരുന്നതുമാണ് കവിയുടെ സ്ത്രീലിംഗം. കവയിത്രി, കവിയിത്രി എന്ന് എഴുതും എല്ലാവരും, പക്ഷെ കവയിത്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂഷകർ വിപരീത പദം ഏത്? ചൂഷണം ചെയ്യുന്നവര് ചൂഷകർ എന്ന് പറയാ. എന്താണ്? ചൂഷിതർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്നേഹം എന്ന പദത്തിന്റെ നാനാർത്ഥമായി വരുന്നത്? സ്നേഹത്തിന് നാനാർത്ഥം എണ്ണ എന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവൾ പിരിച്ചെഴുതുക. അവൾ എങ്ങനെയാണ് പിരിച്ചെഴുതുക? ആ പ്ലസ് അൾ, അവൾ. പ്രകാശം പര്യായ പദം ഏത്? പ്രകാശം പര്യായ പദം. ആൻസർ എ ആണ്, മയൂഖം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോഴാണ് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.